الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فان اصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവതരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇസ്ലാം ഭൂമിയിൽ സമാധാനം ഉണ്ടാവണം എന്ന് കൽപ്പിക്കുകയും അതിനുവേണ്ടി കൃത്യമായ നിയമ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത മതമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഭൂമിയിലുള്ള മനുഷ്യർക്കോ മറ്റിതര ജീവജാലങ്ങൾക്കോ പ്രയാസകരമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ശക്തമായ കഠിനമായ ശിക്ഷ അവർക്കുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 2 വാക്കുകൾ നമുക്ക് സംസാരിക്കാം. അതിൽ ഒരു വാക്ക് ഫസാദ് എന്നാണ്. ഫസാദ് എന്ന പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ഹർബ് എന്ന പദത്തിൽ നിന്ന് വന്നിട്ടുള്ള നിങ്ങൾ അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യരുത് എന്ന് പ്രയോഗിക്കുന്ന യുഹാരിബൂന, ഹാറബ എന്ന പദമാണ്. ഹരിബ്. ഈ 2 പദങ്ങളെ നമ്മളൊന്ന് വിശദീകരിച്ച് നോക്കിയാൽ
മുസ്ലിം സമുദായത്തിന് നൽകപ്പെട്ടതും അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിന് ഒന്നാകെ നൽകിയ നിർദ്ദേശത്തെ നമുക്ക് ഗൗരവത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. ഇന്ന് സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ പലപ്പോഴും അരക്ഷിതാവസ്ഥയിലൂടെ സുരക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും നഷ്ടപ്പെടുന്ന ദുഃഖകരമായ ഒരവസ്ഥയിലൂടെയാണ് സമൂഹം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ളവരും അത് സമൂഹത്തിനോട് പറയൽ ബാധ്യതയുള്ളവരുമാണ് എന്നറിയണം. ഫസാദ് എന്ന പദം തന്നെ പരിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത് ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക, വഴിതെറ്റിക്കുക, നാശം വിതക്കുക തുടങ്ങുന്ന ആശയങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണത്. പരിശുദ്ധ ഖുർആനിലെ 5 ആയത്തുകൾ അഥവാ 5 അധ്യായങ്ങളിൽ ഒരായത്ത് ആവർത്തിച്ചു വന്നത് കാണാം. സൂറ അൽ ബഖറയുടെ 60-ാമത്തെ ആയത്ത്, സൂറ അൽ അറാഫിന്റെ 74-ാമത്തെ ആയത്ത്, സൂറത്ത് ഹൂദിന്റെ 85-ാമത്തെ ആയത്ത്, സൂറത്ത് ശുഅറാഇന്റെ 183-ാമത്തെ ആയത്ത്, സൂറത്ത് അൻകബൂത്തിന്റെ 36-ാമത്തെ വചനം. ഇങ്ങനെ 5 അധ്യായങ്ങളിൽ ഒരായത്ത് ആവർത്തിച്ചു വന്നത് കാണാം. ആ ആയത്ത് അല്ലാഹു പറയുന്നത് വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി നിങ്ങൾ നടക്കരുത്. ഏത് തരത്തിലുള്ള ഫസാദ്, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, വ്യക്തിപരമാവട്ടെ സാമൂഹികമാവട്ടെ, ഏത് തരത്തിലുള്ളതാണെങ്കിലും നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി നടക്കരുത് എന്നാണ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി നടക്കുക എന്നത് ഏറ്റവും കഠിനമായ വിഷയമാണ്, ഏറ്റവും ഗൗരവതരമായ വിഷയമായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരു തരത്തിലും ഫസാദ് ഉണ്ടാക്കരുത്, പ്രശ്നമുണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, ആളുകൾക്കിടയിൽ തന്നെ വഴക്കും വക്കാണവും ഉണ്ടാക്കരുത്. അങ്ങനെ തുടങ്ങുന്ന എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന വാക്കാണ് ഫസാദ് എന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ 5 ഇടങ്ങളിൽ പറഞ്ഞു വല തഅസു ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നവരായി നടക്കരുത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിന്റെ മറ്റൊരായത്ത് 56-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നന്മ സ്ഥാപിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. സമാധാനപരമായി പരസ്പരം സഹവർത്തിത്വത്തോടെ പരസ്പരം നന്മയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് നിങ്ങൾ കുഴപ്പത്തിനിറങ്ങരുത്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നന്മ സ്ഥാപിച്ചതിന് ശേഷം നിങ്ങൾ ഭൂമിയിൽ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. പരിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. ഒരു സമൂഹം സമാധാനത്തോടു കൂടി പോകുന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കരുത്, അവിടെ നിങ്ങൾ കുഴപ്പത്തിന്റെ ആളുകളാവരുത്. ആ കുഴപ്പം വലിയ വിശാലമായ വർത്തമാനങ്ങളാണ്. അതിൽ ചെറിയ വാക്ക് ഞാൻ പറയാം പെട്ടെന്ന്, അതിന്റെ വ്യാപ്തി അറിയാൻ. പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഒരാൾ, ഉദാഹരണം പറമ്പൽ പീടികയിലെ ടൗണിന്റെ ടൗണിലുള്ള ഈ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഒരാൾക്കൊരു ബാധ്യതയുണ്ട്. കാരണം ഇവിടെ സ്ഥിരമായി ഉള്ള ആളുകൾ മാത്രമല്ല, യാത്രക്കാരായ ആളുകളൊക്കെ വന്നു പോകുന്നുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇമാമ് നിൽക്കുന്ന ഒരാള് സുദീർഘമായി വിശാലമായി ഖുർആൻ ഓതരുത്. അയാൾ വലിയ നീളമുള്ള അധ്യായങ്ങൾ ഓതിയിട്ട് പിന്നിൽ നിൽക്കുന്ന പെട്ടെന്ന് പോകാൻ, നിസ്കരിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് കയറി ആൾക്ക് പ്രയാസം ഉണ്ടാക്കരുത് എന്നാണ്. അങ്ങനെ ചെയ്ത ആളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫത്താനുൻ അന്ത യാ മുആദ്, അഫാത്തിനുൻ അന്ത, അഫത്താനുൻ അന്ത, മുആദ് ഈ കുഴപ്പക്കാരനാണോ? ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ എത്ര ഗൗരവത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചെന്ന് ആലോചിച്ചു. അത്തരം ആളുകളെ ഒരു തരത്തിലും പിന്താങ്ങാൻ പാടില്ല. ഒരു തരത്തിലും അത്തരം ആളുകളെ അനുസരിക്കുകയോ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അവരോട് സമരസപ്പെടുകയോ ചെയ്യരുത് എന്ന് ഖുർആൻ സൂറത്തുൽ ശുഅറ
സൂറത്തു ശുഅറായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വലാ തുതീഉ അംറൽ മുസ്രിഫീൻ അല്ലദീന യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ. അതിരുവിട്ടവരുടെ കൽപ്പന നിങ്ങൾ അനുസരിക്കരുത്. വലാ തുതീഉ അംറൽ മുസ്രിഫീൻ, അതിരുവിട്ട് ജീവിക്കുന്ന, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൽപ്പനയെ നിങ്ങൾ അനുസരിക്കരുത്. ആരാണവർ? അല്ലദീന യുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാളാണ്. വലാ യുസ്ലിഹൂൻ, ഒരു നന്മയും വരുത്താത്തവരാണവർ. ഭൂമിയിൽ കുഴപ്പം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, ഒരു നന്മയുടെയും കണിക പറയാനില്ലാത്ത ഒരുത്തനെയും നിങ്ങൾ പിന്താങ്ങരുത്. അതേത് നാട്ടുകാരനായാലും ശരി, അതേത് രാജ്യക്കാരനായാലും ശരി. മുസ്ലിമീങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച കഅബാലയം സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യ എന്നറിയപ്പെടുന്ന മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ പോലും ഭീകരതയോ തീവ്രവാദമോ അതിരുവിട്ട പ്രവർത്തനങ്ങളെയോ കുഴപ്പങ്ങളോ ഉണ്ടാക്കിയാൽ അതിനെ പിന്താങ്ങൽ ഒരു യഥാർത്ഥ വിശ്വാസി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കൽ അത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്നാണ് നമ്മൾ അറിയേണ്ട വിഷയങ്ങളുണ്ട് കുറെ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല മനസ്സിലാക്കേണ്ടത് മുഴുവൻ കാര്യങ്ങളും. പരിശുദ്ധ ഖുർആൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ഒരു സമൂഹത്തിന്റെ മേൽ അടിച്ചമർത്തൽ നയവുമായി കടന്നു വന്ന അവരുടെ കൂട്ടത്തിലെ ആളുകളെ സമ്പൂർണമായി ഇല്ലാതെയാക്കാൻ, ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഒരു മഹാകുഴപ്പക്കാരനെ അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ ഖസസിലൂടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ വനുരീദു അൻ നമുന്ന അലൽ ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാം, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, തീർച്ചയായും ഫിർഔൻ ഫറോവ ചക്രവർത്തി ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു. വജഅല അഹ്ലഹാ ശിയഅൻ, അയാളുടെ ആളുകളെ, അയാളുടെ നാട്ടുകാരെ, അവിടുത്തെ ജനങ്ങളെ വിഭാഗീയരാക്കി. ആ നാട്ടുകാരെ വിഭിന്ന ചേരികളിലാക്കി. യസ്തദ്ഇഫു ത്വായിഫതൻ, എന്നിട്ട് അവരിൽ ഒരു വിഭാഗത്തെ അയാൾ ദുർബലരാക്കി, ഒരു വിഭാഗത്തെ ദുർബലരാക്കി. എന്നിട്ട് ചെയ്ത പണി യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും, ആ വിഭാഗത്തിലെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും അവിടുത്തെ സ്ത്രീകളെ, പെൺമക്കളെ ജീവനോടെ വിടുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, തീർച്ചയായും അവൻ കുഴപ്പമുണ്ടാക്കുന്നവരിൽപ്പെട്ടവനാണ്. ആധുനിക കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഞാൻ കുറ്റക്കാരനല്ല, അത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായവും മുസ്ലിങ്ങളല്ലാത്തവരും ഒരുമിച്ച് ഒന്നായി കൈകോർത്ത് നിന്ന് തോളോട് തോളൊരുമി നിന്നാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയതെങ്കിൽ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തന്ത്രത്തെ വീണ്ടും ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും ആളുകളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഞാൻ കുറ്റക്കാരനല്ല, അത് ചരിത്രമാണ്. ഏത് കാലഘട്ടത്തിലെയും മനുഷ്യർ ചെയ്യുന്ന, അഹങ്കാരികൾ ചെയ്യുന്ന, ധിക്കാരികൾ ചെയ്യുന്ന സ്വഭാവം അതാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കുക, എന്നിട്ട് അതിൽ ഒരു പറ്റം ആളുകളെ ദുർബലരാക്കുക, അവരെ സമ്പൂർണമായും അടിച്ചമർത്തുക, ഉന്മൂലനം ചെയ്യുക. ഏതൊരു ചെറിയ കാര്യത്തെയും അങ്ങനെ ചിന്തിക്കാനാണ് ഇത്തരം കുഴപ്പക്കാർക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാവുക. എന്തിനാണ് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? ഈ സമുദായത്തിന്റെ ഇടയിൽ, ഈ സമൂഹത്തിലേക്ക് അരക്ഷിതാവസ്ഥ കൊണ്ടുവന്ന് ഉന്മൂലന തന്ത്രം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഫിർഔനിന്റെ കൂട്ടാളികളും ആധുനിക ഫറോവമാരുമാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ആ ഫറോവ ചക്രവർത്തിക്ക് കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. ചരിത്രത്തിന്റെ ആവർത്തനം വീണ്ടും അങ്ങനെ ഉണ്ടാകും. അല്ലാഹു പറഞ്ഞു, വനുരീദു അൻ നമുന്ന അലൽ ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർദി വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. നാം ഉദ്ദേശിച്ചു ദുർബലരാക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ആ ആളുകൾക്ക് അവരോട് ദയ കാണിക്കാൻ നാം ഉദ്ദേശിക്കുകയും അങ്ങനെ അവരെ
ആ സമൂഹത്തിലെ നേതാക്കളാക്കി മാറ്റുകയും ആ രാജ്യത്തിന്റെ അനന്തരാവകാശികളായി നാം അവരെ മാറ്റുകയും ചെയ്തു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. വർഷങ്ങളോളം അടിച്ചമർത്തപ്പെട്ട ബനൂ ഇസ്രായേലുകൾ സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ കഴിയാതെ അറുകൊല ചെയ്യുന്നത് കാണേണ്ടി വന്ന ആ ബനൂ ഇസ്രായേലിലെ കുടുംബ ഉമ്മക്കും ബാപ്പക്കുമെല്ലാം അങ്ങനെ സ്വന്തത്തിൽ നിന്ന് സമ്പൂർണമായും അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹത്തെ അള്ളാഹു രക്ഷിച്ചതും സമാധാനം കൊടുത്തതും ആ അഹങ്കാരിയുടെയും അവന്റെ കൂട്ടാളികളുടെയും പതനത്തിലൂടെയാണ്. അത് അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ. ചെങ്കടലിന്റെ ഓളങ്ങളിൽ, ചെങ്കടലിന്റെ ആഴങ്ങളിൽ ഫറോവ എന്ന ഏകഛത്രാധിപതി മുങ്ങിച്ചാകുമ്പോൾ ഒരു രാജ്യം മുഴുവനും സന്തോഷിക്കുകയായിരുന്നു. കാരണം എന്താണെന്നറിയോ? ഭൂമിയിൽ ഇത്രത്തോളം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയവന്റെ പതനം അങ്ങനെയാണ് ആളുകൾ കാണുക, അങ്ങനെയാണ് കാണുക. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തരികയാണ്. ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇല്ല ഒരു ചെറിയ കുഴപ്പത്തിന് പോലും ആഹ്വാനം ചെയ്യുകയോ ഒരു കുഴപ്പത്തിനു വേണ്ടി ഒരു വാക്കിന്റെ പകുതി കൊണ്ട് പോലും പ്രഖ്യാപിക്കുകയോ ചെയ്യാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നവൻ മുസ്ലിമുമല്ല, അങ്ങനെ ചെയ്യുന്നവൻ മുസ്ലിമുമല്ല എന്നാണ്. ഒരു തരത്തിലും പ്രകോപനപരമായ ഒരു വർത്തമാനം പറയാൻ ഒരു മുസ്ലിമിന് അവകാശമില്ല. അങ്ങനെ ഒരുത്തൻ കുഴപ്പമുണ്ടാക്കിയാൽ എന്താ ചെയ്യാം, എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പഠിഞ്ഞാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, സൂറത്തുൽ മാഇദ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർദി ഫസാദ അൻ യുഖത്തലൂ ഔ യുസല്ലബൂ ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഔ യുൻഫൗ മിനൽ അർദ് ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. إنما جزاء الذين يحاربون الله ورسوله. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും പോരാടുന്ന ആളുകൾ, അവരുടെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകൾ, ആ ആശയത്തോട് യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾ മാത്രമല്ല, വയസ്ഔന ഫിൽ അർളി ഫസാദൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ ഇറങ്ങിത്തിരിച്ചവൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നവൻ, അവനെ എന്ത് ചെയ്യണം? ഇസ്ലാമിക കോടതിക്ക് ഒരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. മുസ്ലിം സമുദായം അധിവസിക്കുന്ന പ്രദേശത്തൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തെ ചോദ്യം ചെയ്യുകയോ രാജ്യത്തിന്റെ നിയമത്തിന്റെ വൈകല്യത്തെ തുറന്നു കാട്ടുകയോ അല്ല. പക്ഷെ ചില നിയമങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്, ചില നിയമങ്ങൾക്ക് ചില ഗൗരവതരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, അതുണ്ടാവണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ കാണിച്ച ഒരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിലിട്ടാൽ വർഷങ്ങളോളം നമ്മളുടെ പൈസ കൊണ്ട് തീറ്റിപ്പൊറ്റേണ്ടുന്ന ഗതികേടിലാണ് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളും ഉള്ളത്. കേരളത്തിൽ പിടിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കുഴപ്പക്കാരനെ, ഏതെങ്കിലും ഒരു തെമ്മാടിയെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി, നാട്ടിൽ ഫിത്നയുണ്ടാക്കി, നാട്ടിൽ ആളുകൾക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി, അങ്ങനെ പിടിക്കപ്പെട്ട ഒരുത്തനെ കൊണ്ടുവന്നാൽ വർഷങ്ങളോളം തീറ്റിപ്പൊറ്റേണ്ടത് എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ടാണ്. നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് തീറ്റിപ്പൊറ്റി അവനെ കൊഴുപ്പിച്ചിങ്ങനെ എടുക്കാൻ. കുറച്ചു കാലം കഴിയുമ്പോ വരുന്ന ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അയാൾ ജയിൽ മോചിതനാകും. ഗുജറാത്തിന്റെ മണ്ണിൽ അത് നമ്മൾ കണ്ടതാ, ഗുജറാത്തിൽ നമ്മൾ കണ്ടതാണ്. പൂർണ്ണ ഗർഭിണിയ 8 മാസത്തിലധികം ഗർഭം വയറ്റി ചുമന്നൊരു പെണ്ണിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവസാനം ആ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത പെണ്ണിനെ 2 പേര് കയ്യിലും കാലിലും പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് കഠാരയെടുത്ത് കൊണ്ടുവന്ന് അടിവയറ് കീറി ആ കുഞ്ഞിനെ പുറത്തേക്കെടുത്ത് കഷ്ണങ്ങളാക്കി അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ പെണ്ണിന് തീയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞ കശ്മലന്മാർ, അത്തരം ആളുകൾ പിടിക്കപ്പെട്ടപ്പോഴും ജയിലിലായപ്പോഴും ഒത്താശയോടെ ഇന്ന് പുറത്തിറങ്ങി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമം കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തിന്റെ നിയമത്തിൽ മാറ്റം വരണം. കുഴപ്പമുണ്ടാക്കുന്ന ഒരുത്തൻ രക്ഷപ്പെട്ടുകൂടാ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്ക്, അങ്ങനെ ഒരുത്തൻ ചെയ്താൽ അവൻ കൊല്ലപ്പെടണം. വേറെ വർത്താനൊന്നുമില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ് അവന് കൊടുക്കണം. അവൻ ഇനി ആവർത്തിക്കരുത്. അതായത് ഇനി വേറൊരാൾക്ക് അങ്ങനെ ഒന്നും തോന്നാൻ പാടില്ല. സമാധാനത്തോടെ, ശാന്തിയോടെ, സന്തോഷത്തോടെ
അല്പനേരം വിശ്രമിക്കാൻ വന്ന ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്നവരെ ക്രൂരമായി വെടിവെച്ചു കൊല്ലുന്ന ഏതൊരു മാനസിക രോഗിയും ഏതൊരു തീവ്രവാദിയും, കാരണം സ്വസ്ഥമായ മനസ്സിന്റെ ഉടമയ്ക്കൊരിക്കലും ചെയ്യാൻ കഴിയാത്തതാണ് ഈ പറഞ്ഞതെല്ലാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ ഇനി ജീവിച്ചിരുന്നുകൂടാ, ഭരണകൂടം അവനെ കൊന്നുകളയണം. അല്ലെങ്കിൽ അവൻ ക്രൂശിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനെ കൊന്നിട്ട് സമൂഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കണം. അവനെ ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ, ഹതാശരായ പാവങ്ങളായ ആളുകളെ കൊന്നു കളഞ്ഞതിന്റെ പേരിൽ, സമൂഹത്തിന്റെ ഇടയിൽ നിലനിന്നിരുന്ന സമാധാനം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഭരണകൂടം കൊന്നുകളഞ്ഞ നീതിന്യായ വകുപ്പിൽ കൃത്യമായി പെടുത്തി വധശിക്ഷയ്ക്ക് വിധേയനാക്കിയവനാണിവൻ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അയാളെ ക്രൂശിക്കപ്പെടണം. പോരാ, അല്ലെങ്കിലോ അയാളുടെ കൈകാലുകൾ ഭിന്നമായി ഛേദിക്കപ്പെടും. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന്, നാട്ടിൽ നിന്ന് നാടുകടത്തപ്പെടും. ഇത് അയാൾ ചെയ്ത ഫസാദിന്റെ തോതനുസരിച്ചാണ് ശിക്ഷയുടെ കാറ്റഗറി. ഇങ്ങനെ കൃത്യമായൊരു നിയമം അള്ളാഹുവിന്റെ ഖുർആൻ ഒരൊറ്റയാൾക്കും ഊരിച്ചാടി രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിലുള്ള പഴുതടച്ച നിയമം അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതുവരെ നടന്ന 2025 വരെ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ പോരാ, അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത് തീവ്രതയും ഭീകരതയും ഇത്തരം ഉന്മൂലന വാസനയും കുഴപ്പം ചെയ്യുന്നത് ആരായാലും, അത് വ്യക്തിയാണെങ്കിലും ഭരണകൂടമാണെങ്കിലും സമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിർത്തപ്പെടണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭരണകൂട ഭീകരത എന്ന രൂപത്തിൽ ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭരണകൂട ഭീകരത, അത്തരം ചില വിഷയങ്ങൾ കൂടി ഇതിലേക്ക് കടന്നു വരേണ്ടതാണ്. അവിടെയാണ് രാജ്യത്തിലെ പൗരന്മാർക്ക് സമാധാനവും ശാന്തിയും സ്ഥിരതയും സുരക്ഷിതത്വവും നൽകേണ്ടത് ആ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രത്യേകതയാണ്. ഇത്രയും ശക്തമായ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ചില ആളുകൾ കടന്നു വരുന്നു? ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിക്കേണ്ടത് ഞാനും നിങ്ങളും അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകും. നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ? ഭരണകൂടം നിഷ്ക്രിയമാകുമ്പോൾ, ശ്രദ്ധിക്കാതെ വരുമ്പോൾ, രാജ്യത്തിലെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഭീഷണി വരുമ്പോ അതിനെതിരെ ശക്തമായി രംഗത്തു വരാൻ സമൂഹത്തിലെ, നാട്ടിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടും. അവിടെയാണ് ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാടാണ്. അതിൽ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ആ വിഷയത്തിൽ ഉണ്ടാവില്ല എന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധമെടുത്ത് ചൂണ്ടുന്നത് പോലും പാടില്ലാതെ പഠിപ്പിച്ചു റസൂലുള്ളാഹ്. ആയുധമെടുത്ത് ചൂണ്ടുന്നത് പോലും പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ യദഅഹു വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദ, ഒരാൾ തന്റെ സഹോദരന്റെ നേരെ ഒരായുധം, ഇരുമ്പായുധം ചൂണ്ടിയാൽ, ഫൈനൽ മലായികത തൽഅനുഹു, തീർച്ചയായും മലക്കുകൾ അവനെ ശപിക്കും. ഹത്താ യദഅഹു, അവനത് ഒഴിവാക്കുന്നത് വരെ, താഴ്ത്തുന്നത് വരെ. ഹത്താ യദഅഹു വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി, ഇവൻ ആയുധം ചൂണ്ടിയത് അവന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കുമുള്ള സഹോദരനാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇവന്റെ ഉടപ്പിറന്ന സഹോദരനാണെങ്കിലും ശരി, ഞാനും എന്റെ കാക്കയും തമ്മിലല്ലേ എന്ന് പറയാൻ പറ്റൂല. ആരാണെങ്കിലും തന്റെ മറ്റൊരു സഹോദരന്റെ നേരെ ആയുധം ചൂണ്ടൽ പോലും പാടില്ല. അത് ലഅനത്ത് ചെയ്യപ്പെടുന്നതാണ്, അള്ളാഹുവിന്റെ ശാപകോപത്തിന് ഇരയാകുന്ന പ്രവൃത്തിയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. കാശ്മീരിലും
അതുപോലെയുള്ള പ്രദേശങ്ങളിലും ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ആയുധം ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് മുസ്ലിങ്ങൾക്ക് പറയാം, അയാൾ മുസ്ലിമല്ല, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് ഇരയായവനാണ്. പക്ഷേ ഏത് വന്നാലും മുസ്ലിങ്ങളുടെ തലയിലേക്ക് വെച്ച് കെട്ടാൻ തക്കം പാർത്തിരിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് അത് കേൾക്കുമ്പോഴേക്ക്, അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പോയി അവിടെ വെച്ച് വെടികൊണ്ട് മരണപ്പെട്ട ഒരാളുടെ മകൾ പോലും അവിടേക്ക് തനിക്ക് കിട്ടിയ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെപ്പോലും സമാധാനത്തോടെ കേൾക്കാൻ കഴിയാത്തൊരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ അത് ഫാസിസ്റ്റുകൾ മാത്രമാണ്, സംഘപരിവാര ടീമുകൾ മാത്രമാണ്. അവർക്കാണ് സ്വസ്ഥതയും സമാധാനവും ഈ രാജ്യത്ത് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി എന്തും പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ. പക്ഷെ നമുക്ക് പറയാം, ഇല്ല, ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നോ ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നോ ഫസാദ് ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ആ പേരിനെ സമ്പൂർണമായും നീക്കം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിം അല്ല എന്നും അള്ളാഹുവിന്റെ അടുത്ത് അയാൾക്ക് യാതൊരുവിധ പ്രാധാന്യം ഉണ്ടാവില്ല എന്നും പറയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായി അറിയണം, ഇത് നമ്മളുടെ വ്യക്തി ജീവിതത്തിലും വേണം, സമൂഹത്തോട് നമുക്ക് പറയാനുള്ളതാണ്, ഇത് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ കൃത്യമായ കാഴ്ചപ്പാടുകളെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം. എന്തായാലും ഒരു കാര്യം ഞാൻ വലിയ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനം ഇന്ന് കേരളത്തിൽ മിക്കവാറും ആളുകൾക്ക് മനഃപ്പാടമുള്ള വചനമായി മാറിയിട്ടുണ്ട്. 5-ാം അധ്യായം സൂറ അൽ മാഇദ, അതിന്റെ 32-ാമത്തെ വചനം. കാരണം ഇന്ന് കേരളത്തിലെ ലീഡിംഗ് പൊസിഷൻ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചാനൽ, അതിന്റെ അവതാരകൻ ഈ ആയത്ത് വിശദീകരിച്ചു വർത്തമാനം പറയുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരുണ്ട്, സയ്യിദ് ആദിൽ ഹുസൈൻ. സയ്യിദ് ആദിൽ ഹുസൈൻ ഈ ഭീകരാക്രമണം നടത്താൻ കടന്നു വന്നു എന്ന് പറയപ്പെടുന്നവന്റെ തോക്കിന് പിടിച്ച് കൊല്ലാൻ ആഞ്ഞെടുക്കുന്നവന്റെ തോക്കിന് പിടിച്ചിട്ട് അതിനെ തടയാൻ ശ്രമിച്ചപ്പോൾ ആയുധധാരിയുടെ കയ്യിൽ നിന്ന് വെടിയേറ്റ് മരിച്ചു വീണ കാശ്മീർക്കാരനായ സയ്യിദ് ആദിൽ ഹുസൈൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും, ഒരു പക്ഷേ ചാനൽ ചർച്ചകൾ കാണുന്ന, വാർത്ത കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ആയത്ത് മനപ്പാടായിരിക്കും. 5-ാം അധ്യായം സൂറ അൽ മാഇദയുടെ 32-ാമത്തെ വചനം. മിൻ അജ്ലി ദാലിക കതബന അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഈ ലോകത്ത് നടപ്പിൽ വരുത്തി, ആധുനിക ലോകത്ത് കാണിച്ചു തന്ന് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയവന്റെ പേരാണ് സയ്യിദ് ആദിൽ ഹുസൈൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കാൻ. ആരെങ്കിലും ഒരാൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി കടന്നു വരികയും ആ മനുഷ്യന്മാരെ ഒരു കാരണവുമില്ലാതെ കൊല്ലുകയും ചെയ്താൽ, ഒരാളെ കൊന്നാൽ ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നതിന് തുല്യമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലാതിരിക്കാൻ, അവനെ ജീവിപ്പിക്കാൻ വേണ്ടി ചെയ്താൽ, രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ അവൻ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്നാണ്. തോക്കുമായി പാഞ്ഞെടുക്കുന്നവന്റെ മുന്നിലേക്ക് ചാടിയതെന്ന് ഒരാളെയും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തോക്കിൽ പിടിക്കാൻ ധൈര്യം കാണിച്ചവന്റെ പേരാണ് സയ്യിദ് ആദിൽ ഹുസൈൻ. കാരണം എന്താണെന്നറിയോ? ഇത് അള്ളാന്റെ ദീന് മനസ്സിലാക്കുന്നവന്റെ പ്രത്യേകതയാണത്. ഇല്ല,
ഈമാൻ ഖൽബിലുള്ള ഇസ്ലാമിനെ അറിയുന്ന ഒരൊറ്റ മുസ്ലിമും അത്തരം പ്രവർത്തനങ്ങൾക്ക് നിൽക്കില്ല. അവൻ അവിടെ തടുക്കും. അവിടെയാണ് ഈ ഭൂമി ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെയും ജീവിപ്പിച്ചതിന്റെ പ്രതിഫലം. ഒരു മനുഷ്യൻ കാശ്മീരിന്റെ താഴ്വാരങ്ങളിൽ വെടിയേറ്റ് വീണവരുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്ക്. പ്രിയപ്പെട്ടവരെ, പക്ഷെ പലപ്പോഴും അതിന്റെ ഒരു വശം കൂടി പറയേണ്ടതുണ്ട്. അവിടെ ഒരു കുഞ്ഞുമോൻ ആ കുഞ്ഞുമോനോട് ചോദിക്കുന്നുണ്ട്. ആ കുഞ്ഞുമോന്റെ വർത്തമാനം വെറും ചെറുതല്ല. ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല എന്ന് വളർന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ നാവിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ സുരക്ഷാ വീഴ്ച ചെറുതല്ല. ഈ രാജ്യത്തിലെ പൗരന്മാരുടെ സുരക്ഷയും സമാധാനത്തിനും അപ്പുറത്ത് രാഷ്ട്രീയമായ വോട്ട് ബാങ്കും മറ്റു പലതും മാത്രം കാണുന്ന സമൂഹത്തിലേക്ക്, അത്തരം രൂപത്തിലേക്ക് രാജ്യത്തിന്റെ ഭരണാധികാരികളോ രാജ്യത്തിന്റെ നേതാക്കന്മാരോ മാറിയാൽ ഈ സമുദായം, ഈ സമൂഹം, ഈ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. അപ്പോൾ സിവിലിയൻസിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെ തങ്ങളെ രക്ഷപ്പെടുത്താനുള്ള കവചമായി തീരേണ്ടി വരുന്നു എന്നതും ദൗർഭാഗ്യകരമാണെന്ന് കൂടി ഉണർത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തണം, മനസ്സിലാക്കണം. ഇത്തരം മുഴുവൻ തോന്നിയാസങ്ങൾക്കും വൃത്തികേടുകൾക്കുമെതിരെ ശക്തമായി നിൽക്കാനും എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട്. കാരണം നമ്മൾ കുഴപ്പക്കാരല്ല. നമ്മൾ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി, ചോരയും നീരും കൊടുത്ത് പിടിച്ചു വാങ്ങിയ മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ. ഈ രാജ്യം നശിക്കാനും ഈ രാജ്യം അസ്ഥിരമാവാനും ഏതൊരുത്തനും ഇതിലേക്ക് കടന്നു കയറാനും കഴിയുമെന്ന തരത്തിലേക്ക് ഈ രാജ്യം സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ ഒരിക്കലും മുസ്ലിം സമുദായം അടങ്ങുന്ന ഒരു മനുഷ്യനും സമ്മതിക്കാൻ പാടില്ല എന്ന് നമ്മൾ ഉണർത്താൻ ഒരിക്കൽ കൂടി ഇത്തരം സംഗതികൾ കാരണമാകണമെന്ന് കൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന കിട്ടപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും സഹായം അനുഗ്രഹം നൽകുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസകരമായ രോഗത്തിൽ അകപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.